ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിറ്ററേച്ചർ ഇൻ മലയാളം. നമ്മൾ MEG5 ലിറ്റററി ക്രിറ്റിസിസത്തിൽ ഫസ്റ്റ് വീഡിയോ ആയിട്ട് ക്ലാസിക്കൽ ക്രിറ്റിസിസം എന്താണെന്ന് പഠിച്ചിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ റൊമാൻറ്റിക് ക്രിറ്റിസിസം ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ റൊമാൻറ്റിക് ക്രിറ്റിസിസത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, റൊമാൻറ്റിക് ക്രിറ്റിസിസം എന്നൊരു ഈറ അല്ലെങ്കിൽ ആ ഒരു ഏജ് ബിഗിൻ ചെയ്യുന്നതിന് മുന്നേ അവിടെ നിയോ ക്ലാസിസം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഈ നിയോ ക്ലാസിസം എന്ന് പറഞ്ഞാൽ ലിറ്ററേച്ചറിനെ റൂൾസ്, ലോജിക്ക്, ഡിസിപ്ലിൻ, ഓർഡർ അതൊക്കെ വെച്ചിട്ട് കൺട്രോൾ ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് നിയോ ക്ലാസിസം കേൾക്കുമ്പോൾ ക്ലാസിക്കൽ ക്രിറ്റിസിസവുമായിട്ട് വളരെയധികം റിലേറ്റ് ചെയ്യാനും ബന്ധപ്പെടാനും പറ്റും. പക്ഷേ രണ്ടും സെയിം ടു സെയിം അല്ല, രണ്ടും രണ്ട് ഡിഫറെൻറ്റ് ഏറ തന്നെയാണ്. ഓക്കെ, ക്ലാസിക്കൽ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഏൻഷ്യൻ തിയറി ആണെങ്കിൽ, നിയോ ക്ലാസിസം എന്ന് പറഞ്ഞാൽ റിവൈവൽ ഓഫ് ദാറ്റ് ഏൻഷ്യൻ തിയറിയാണ്. ഓക്കെ, ഒന്ന് ഗ്രീക്ക് റോമൻ ഏജിലാണെങ്കിൽ നിയോ ക്ലാസിസം വരുന്നത് 17 to 18th സെഞ്ച്വറി യൂറോപ്പിൽ നടന്നൊരു കാര്യമാണ്. ക്ലാസിക്കൽ ക്രിറ്റിസിസത്തിൽ നമ്മൾ ആരെയൊക്കെയാണ് പഠിച്ചത്? റൈറ്റേഴ്സ് ആരൊക്കെയായിരുന്നു? പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, ഹൊറൈസ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. നേരെ മറിച്ച് നിയോ ക്ലാസിസത്തിലേക്ക് വരുമ്പോൾ അവിടെ ഡ്രൈഡൻ, പോപ്പ്, ജോൺസൺ അവരൊക്കെയാണുള്ളത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഈ നിയോ ക്ലാസിസത്തിൽ റൈറ്റേഴ്സ് ബിലീവ് ചെയ്തിരുന്ന എന്താണ്? പോയട്രി ഒരു റൂൾസിനെ ഫോളോ ചെയ്ത് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഇമോഷനേക്കാളും അവിടെ ഇമ്പോർട്ടൻ്റ് എന്തിനാണ്? റീസൺ ആണെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ഓൾസോ ഗ്രേറ്റ് റൈറ്റേഴ്സ് ആയിട്ടുള്ള അരിസ്റ്റോട്ടലിനെയൊക്കെ ഫോളോ ചെയ്ത് മാത്രമേ ആർട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നും വിശ്വസിച്ചിരുന്നു. സോ ഇതെല്ലാം കൂടെ എന്താണ്? പോയട്രി വളരെ ഫോമൽ ആൻഡ് ആർട്ടിഫിഷ്യലാക്കി കളഞ്ഞു. ഓക്കെ, അങ്ങനെയാണ് ആൾക്കാർക്ക് അത് വളരെ ടയറിങ് ആയിട്ട് മാറി. ഈ ഒരു നിയോ ക്ലാസിസം എന്ന് പറയുന്നത് വളരെ ടയറിങ് ആയിട്ട് മാറി. കാരണം പോയട്രിക്ക് ഒരു ഹാർട്ട് ഇല്ലാത്തതുപോലെ, എവറിത്തിങ് വാസ് സൗണ്ടിങ് പോളിഷ്ഡ്, ഇമോഷണലായിട്ട് ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഈ ആൾക്കാർക്ക് ഈ നിയോ ക്ലാസിസം മടുത്തു തുടങ്ങിയ അതേ സമയത്ത് തന്നെയാണ് അവിടെ എന്ത് വരുന്നത്? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടക്കുന്നു, മെഷീൻസിൻ്റെ എണ്ണം കൂടുന്നു, പിന്നെന്താണ്, സിറ്റീസൊക്കെ ഭയങ്കര ക്രൗഡഡ് ആയിട്ട് മാറുന്നു, എങ്ങും നേച്ചർ എന്ന് പറയുന്ന ഒരു സാധനമില്ല. ഹ്യൂമൻ ഇമോഷൻസിനെയൊക്കെ വളരെ ഇഗ്നോർഡായിട്ട് ഫീൽ ചെയ്തൊരു സമയമായിരുന്നു ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഫ്രഞ്ച് റെവല്യൂഷൻ നടക്കുന്നത് 1789. സോ ആ ഒരു സമയത്ത് ആൾക്കാരുടെ ഇടയിലേക്ക് ഫ്രീഡം, ഇക്വാലിറ്റി, ഇൻഡിവിജ്വാലിറ്റി ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു അല്ലേ. ആൻഡ് ലിറ്ററേച്ചറിനും അതിൻ്റേതായ ചേഞ്ചസ് ഉണ്ടായി. അങ്ങനെയാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? റൊമാൻറ്റിസിസം ബോൺ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് റൊമാൻറ്റിക് റൈറ്റേഴ്സ് പറഞ്ഞത്? പോയട്രി ഒരിക്കലും റൂൾസ് മാത്രം ഫോളോ ചെയ്തിട്ട് എഴുതാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇമോഷൻസിനും അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പോയറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടെക്നീഷ്യൻ അല്ല, അദ്ദേഹം ഒരു സെൻസിറ്റീവ് സോളാണ്. അദ്ദേഹത്തിന് ഇമോഷൻസിന് വാല്യൂ ഉണ്ട്. ഇമോഷൻസിനെ മുൻനിർത്തിയാണ് എഴുതേണ്ടത്. അതേപോലെ തന്നെ മാൻഡേറ്ററി ആയിട്ട് പോയട്രി ഒരിക്കലും ഓൾഡ് റൈറ്റേഴ്സിനെ കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. പോയട്രി ഇമാജിനേഷനിൽ നിന്നും ഒരാളുടെ പേഴ്സണൽ ഫീലിങ്ങിൽ നിന്നും ഉണ്ടാവേണ്ട കാര്യമാണ്. ഈ കാര്യങ്ങളെ പറഞ്ഞു വെക്കുന്നതാണ് റൊമാൻറ്റിസിസം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് റൊമാൻറ്റിക് ക്രിറ്റിസിസത്തിൽ എന്തൊക്കെ പഠിക്കാനുണ്ട്? എന്താണ് റൊമാൻറ്റിസിസം എന്ന് മനസ്സിലാക്കണം, എങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്തതെന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ മേജർ ക്രിറ്റിക്സ് ആയിട്ടുള്ള വേർഡ്സ്വർത്ത്, കോളറിഡ്ജ്, PB ഷെല്ലി, ഇവരെ 3 പേരെയും പറ്റിയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നോക്കാനുള്ളത്. ഓക്കെ, സോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ റൊമാൻറ്റിക് ക്രിറ്റിസിസം എന്താണെന്നുള്ളൊരു ഐഡിയ മെയിൻലി പറഞ്ഞു വെക്കും. ആൻഡ് അതിനുശേഷം 3 ഓതേഴ്സിൻ്റെയും വീഡിയോസ് ഇടുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോസ് ഷോർട്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ലെങ്ത് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട്. ഓക്കെ, ഇനി ശ്രദ്ധിച്ച്, എന്താണ് ശരിക്കും ഈ റൊമാൻറ്റിക് റൈറ്റേഴ്സിന് വേണ്ടത്, അല്ലെങ്കിൽ എന്ത് തിരിച്ചു കൊണ്ടുവരാനാണ് അവർ ആഗ്രഹിക്കുന്നത്? ഈ നിയോ ക്ലാസിസം അല്ലെങ്കിൽ ക്ലാസിക്കൽ ക്രിറ്റിസിസം ഒക്കെ വഴി വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരുന്ന ആ ഒരു ലിറ്ററേച്ചറിൽ നിന്നും അവരെന്ത് ബ്രിങ് ബാക്ക് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? ഇമോഷൻസിനെ, ഇമാജിനേഷനെ. ഈ സിറ്റീസൊക്കെ ഭയങ്കര ക്രൗഡഡ് ആയെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു നേച്ചറിൻ്റെ ഫീലിംഗ് എങ്ങുമില്ല. ആ ഒരു നേച്ചറിനെ അവർക്ക് തിരിച്ചു കൊണ്ടുവരണമായിരുന്നു. അവരുടെ സ്വന്തം ഇൻഡിവിജ്വാലിറ്റി, ഓരോരുത്തരുടെയും പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻസ് അവരുടെ ലിറ്ററേച്ചറിലൂടെ അവർ പോർട്രേ ചെയ്യാൻ ആഗ്രഹിച്ചു. കാരണം ആ ഒരു ടൈം ആയപ്പോഴേക്കും ലിറ്ററേച്ചർ വളരെ മെക്കാനിക്കലായി മാറിപ്പോയെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ലിറ്ററേച്ചറിനെ തിരിച്ചു കൊണ്ടുവരണം ഇമോഷൻസിലൂടെയും ഇമാജിനേഷനിലൂടെയൊക്കെ എന്നാണ് റൊമാൻറ്റിക് റൈറ്റേഴ്സ് ആഗ്രഹിച്ചത്. ഓക്കെ, നിയോ ക്ലാസിസത്തിൽ നിന്ന് അല്ലെങ്കിൽ റൊമാൻറ്റിക് ക്രിറ്റിസിസത്തിലേക്ക് വരുമ്പോൾ ഒരു വളരെ വലിയ മേജർ ഷിഫ്റ്റ് തന്നെ സംഭവിക്കുന്നത് ആ ഒരു ഏരിയയിൽ തന്നെയാണ്. പോയട്രി ഷുഡ് എക്സ്പ്രസ് ഫീലിങ്സ്, അതിനവർ ഇമ്പോർട്ടൻസ് കൊടുത്തു. ക്ലാസിക്കൽ ക്രിറ്റിസിസത്തിൽ നിന്നും നിയോ ക്ലാസിസത്തിൽ നിന്നും വളരെ വലിയൊരു ഡിഫറൻസ് ആയിരുന്നു ഇത് ലിറ്ററേച്ചറിൽ കൊണ്ടുവന്നത്.
ഇനി നേരത്തെ പറഞ്ഞ പോലെ ആരൊക്കെയാണ് 3 റൈറ്റേഴ്സ് നമുക്ക് റൊമാൻറ്റിക് ക്രിറ്റിസിസത്തിൽ പഠിക്കാനുള്ളത്? വില്യം വേർഡ്സ്വർത്ത്, എസ്.ടി. കോളറിഡ്ജ് ആൻഡ് പി.ബി. ഷെല്ലി. ആരാണ് വില്യം വേർഡ്സ്വർത്ത്, അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ബിലീഫ്സ് എന്ന് നോക്കിക്കേ. സിമ്പിൾ ലാംഗ്വേജിലായിരിക്കണം പോയട്രിയിൽ യൂസ് ചെയ്യേണ്ടത്, കോമൺ പീപ്പിളിനെ ഇൻക്ലൂഡ് ചെയ്യണം, റിയൽ ഇമോഷൻസ് ആയിരിക്കണം, നേച്ചർ വേണം. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബിലീഫ് എന്ന് പറയുന്നത്. സോ ഹി റിജക്റ്റഡ് ആർട്ടിഫിഷ്യൽ പോയറ്റിക് ലാംഗ്വേജ്. അതുവരെ ഉണ്ടായിരുന്ന നിയോ ക്ലാസിസത്തിൽ നിന്നും ഉള്ള ആ ഒരു ആർട്ടിഫിഷ്യാലിറ്റി എല്ലാത്തിൽ നിന്നും അദ്ദേഹം റിജക്റ്റ് ചെയ്തെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ലൈനാണ് എന്ത്, പോയട്രി ഈസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് എന്ന്, അല്ലേ? പോയട്രി എന്ന് പറഞ്ഞാൽ ഒരു പോയറ്റിൻ്റെ അല്ലെങ്കിൽ അത് എഴുതുന്ന ആളുടെ ഫീലിങ്സിൻ്റെ ഒരു ഓവർഫ്ലോ ആയിരിക്കണം. അതും സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതായിരിക്കണം. ഒരുപാട് ഇങ്ങനെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ബാധിച്ച് അല്ലെങ്കിൽ അതിൽ കൂടെ മാത്രം നടന്നു വന്നിട്ട് ഉണ്ടാകുന്ന ഒരു ആർട്ടിഫിഷ്യൽ സാധനമല്ല. സ്പോണ്ടേനിയസ് ആയിട്ട് ആ ഓതറിന് വരുന്ന ഫീലിങ്സിനെയാണ് നമ്മൾ പോയട്രി എന്ന് പറയേണ്ടത്. സോ അത് അദ്ദേഹത്തിൻ്റെ ഒരു വളരെ വലിയൊരു ഡെഫിനിഷൻസ് ആയിട്ട് മാറി. ഭയങ്കര ഇമ്പാക്റ്റ് ഉള്ളൊരു വേർഡ്സ് ആണ് അതൊക്കെ. സോ വേർഡ്സ്വർത്ത് ഫോക്കസ് ചെയ്തത് ഇമോഷൻസിലേക്കും നേച്ചറിലേക്കുമാണ്. അപ്പോൾ കോളറിഡ്ജ് എന്താണ് ബിലീവ് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ. ഇമാജിനേഷൻ ഈസ് ദ ഗ്രേറ്റസ്റ്റ് ക്രിയേറ്റീവ് പവർ ഓഫ് ഹ്യൂമൻസ്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾക്കുള്ള ഏറ്റവും വലിയ പവർ എന്താണ്? ക്രിയേറ്റീവ് മൈൻഡ്. നമ്മൾക്ക് ഇമാജിനേഷനിലുള്ളൊരു മൈൻഡാണ് അല്ലേ, അതാണ് നമ്മളുടെ ഏറ്റവും വലിയ പവർ എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ആൻഡ് ഈ ഒരു ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഒരു കവിത എന്ന് പറഞ്ഞാൽ ഒരിക്കലും കോപ്പിയിങ് ആവരുത്, ക്രിയേറ്റിംഗ് ആവണം. നമ്മുടേതായിട്ടുള്ള ഒരെണ്ണം നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കണം എന്ന്. സോ ഇമാജിനേഷന് ഓർഡിനറി തിങ്സിനെയൊക്കെ വളരെ സംതിങ് ബ്യൂട്ടിഫുൾ ആൻഡ് ഇൻസൈറ്റ്ഫുൾ ആയിട്ട് ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യാനുള്ളൊരു കഴിവുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലേ. നമുക്ക് പല കവിതകൾ വായിക്കുമ്പോഴും അറിയാം, നമ്മളൊക്കെ വളരെ നോർമലായിട്ട് കാണുന്ന പല കാര്യങ്ങളും ഒരു പോയറ്റിൻ്റെ കണ്ണുകളിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷനിലൂടെ കാണുമ്പോൾ അതിന് കുറച്ചുകൂടി ബ്യൂട്ടി നമുക്ക് തോന്നാറുണ്ട് അല്ലേ. അല്ലെങ്കിൽ ഓക്കെ, ഇതിനെ ഇങ്ങനെയും ചിന്തിക്കാമോ എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. അതാണ് ആ ഒരു ഇമാജിനേഷൻ്റെ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിയുടെ കഴിവെന്ന് പറയുന്നത്. സോ എസ്.ടി. കോളറിഡ്ജിൻ്റെ ഫോക്കസ് മുഴുവൻ ഇമാജിനേഷനിലേക്കായിരുന്നു. ദെൻ പി.ബി. ഷെല്ലി വളരെ ഒരു ഇമോഷണൽ റൊമാൻറ്റിക് പോയറ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ പോയറ്റ്സൊക്കെ വളരെ വിഷണറീസ് ആണ്. പോയറ്റ്സിനെ സൊസൈറ്റീനെ ചേഞ്ച് ചെയ്യാനുള്ള കഴിവുണ്ട്, ഹ്യൂമാനിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ലൈനാണ്, പോയറ്റ്സ് ആർ ദ അൺഅക്നോളജ്ഡ് ലെജിസ്ലേറ്റേഴ്സ് ഓഫ് ദ വേൾഡ് എന്ന്. അതെന്താ എൻ്റെ മീനിങ് ചെയ്യുന്നത്? പോയറ്റ്സ് സൈലൻ്റ്ലി ഇൻഫ്ലുവൻസ് സൊസൈറ്റി ആൻഡ് ഹ്യൂമൻ തിങ്കിങ്. ഓക്കെ, സോ ഈ 3 റൈറ്റേഴ്സിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. സോ നിങ്ങൾക്ക് റൊമാൻറ്റിക് ക്രിറ്റിസിസം എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നേരത്തെ 2 വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഇതിലേക്ക് വരിക. കാരണം നമ്മളൊരു ഓർഡറിലാണ് പഠിച്ചു പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ക്ലാസിക്കൽ ക്രിറ്റിസിസം ആയിരുന്നു നമ്മളുടെ സിലബസിലുള്ളത്, അത് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ നമ്മൾ റൊമാൻറ്റിക് ക്രിറ്റിസിസത്തിലേക്ക് വന്നിരിക്കുന്നു. ക്ലാസിക്കൽ ക്രിറ്റിസിസത്തിൽ നമ്മൾ പ്ലാറ്റോവിനെയും അരിസ്റ്റോട്ടലിനെയും പഠിച്ചു. ഇവിടെ നമ്മൾ ഇനി വേർഡ്സ്വർത്ത്, കോളറിഡ്ജ് ആൻഡ് പി.ബി. ഷെല്ലിനെയാണ് നോക്കാൻ പോകുന്നത്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫോർ ന്യൂ സച്ച് കണ്ടൻറ്റ്സ്.